ഓൾമോസ്റ്റ് 80% ആൾക്കാർ ഉപയോഗിക്കുന്നത് പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയയാണ്. അവർക്ക് പിന്നീട് എന്തെങ്കിലും കാരണത്താൽ കുട്ടിയാവണം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഈ ഒരു ഫാക്ടർ കറക്റ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും ആകാനുള്ളൊരു സാധ്യത കൂടുന്നു. ഏറ്റവും ആദ്യം പറയുന്നത് ഇതിന്റെ വിജയ ശതമാനം എന്ന് പറയുന്നത്, ആ സ്റ്റഡിയിൽ പറഞ്ഞത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്നതാണോ തുറന്നു ചെയ്യുന്നതാണോ നല്ലത്? ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അത് വളരെ കോമണുമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ പ്രസവം നിർത്തുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ പ്രസവം ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ഇത്രയും കോമൺ അല്ല. അവിടെ ഇൻട്രായൂട്രൈൻ ഡിവൈസ്, കോപ്പർട്ടിയോ അങ്ങനെയുള്ള മെയിൽ സ്റ്റെറിലൈസേഷൻ ഒക്കെ വളരെ കോമൺ ആണ്. ഓൾമോസ്റ്റ് 80% ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയയാണ്. അവർക്ക് പിന്നീട് എന്തെങ്കിലും കാരണത്താൽ കുട്ടിയാവണം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ പ്രസവം നിർത്തുന്നതിന് എന്താ പ്രശ്നം? നമ്മൾ എന്താ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് യൂട്രസ് ആണ്. നമ്മൾ ഇവിടുന്ന് ബീജം വരുന്നു. ബീജം മുകളിലോട്ട് യൂട്രസ് വഴി കയറി ട്യൂബിലെത്തുന്നു. ഇവിടുന്ന് വരുന്ന അണ്ടവും ഈ ട്യൂബ് വഴി കയറി ഇവിടെ എത്തി ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ കുട്ടിയായി ആ കുട്ടി പിന്നെ ട്രാവൽ ചെയ്ത് ഗർഭപാത്രത്തിന്റെ അകത്ത് വന്ന് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ പ്രസവം നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു ട്യൂബും നമ്മൾ കുറച്ചൊരു സെഗ്മെന്റ് മുകളിലോട്ട് എടുത്ത് നമ്മൾ ഇത് രണ്ടും കെട്ടി വെക്കുന്നു. എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് ഒരു ചെറിയ പീസ് നമ്മൾ മാറ്റുന്നു. ലാപ്രോസ്കോപ്പി ആണെങ്കിൽ നമ്മൾ മിക്കപ്പോഴും ഈ ഒരു സെഗ്മെന്റിനെ മുകളിലോട്ട് എടുത്ത് ഒരു ക്ലിപ്പ് ഇട്ട് വെക്കും. അപ്പോൾ അവിടെ അടഞ്ഞിരിക്കുമല്ലോ. ഇതാണ് നമ്മൾ പ്രസവം നിർത്തുന്നത് മൂലം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും? ഇവിടെ നിന്നുള്ള അണ്ടത്തിന് ഈ വഴി ട്രാവൽ ചെയ്ത് ഇവിടെ വരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് പ്രഗ്നന്റ് ആവാത്തത്. പക്ഷെ വളരെ ചെറിയ ഫെയിലിയർ റേറ്റ് ഒക്കെ ഈ ഓപ്പറേഷന് ഉണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പ മെത്തേഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IVF ചെയ്യുക എന്നുള്ളതാണ്. കാരണം ട്യൂബിന്റെ ആവശ്യമില്ല. മുട്ട പുറത്തെടുക്കുന്നു, നമ്മൾ ബീജമായിട്ട് നമ്മൾ ചേർപ്പിക്കുന്നു, ഭ്രൂണമാക്കുന്നു, ഭ്രൂണത്തെ ഗർഭപാത്രത്തിലെടുക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം കോസ്റ്റാണ്. പിന്നെ നമുക്ക് ഒരു തവണയിൽ 2 തവണ ആ കിട്ടുന്ന അണ്ടങ്ങൾക്കനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ട്യൂബൽ ഇത് കറക്റ്റ് ആക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ഫാക്ടർ കറക്റ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും ആകാനുള്ളൊരു സാധ്യത കൂടുന്നു. അപ്പോൾ ക്യുമുലേറ്റീവ് പ്രഗ്നൻസി റേറ്റ് വളരെ കൂടുതലായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. സംശയങ്ങൾ എന്തൊക്കെയാണ്? ഇത് കറക്റ്റ് ആക്കുന്നത് കൊണ്ട് ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എത്ര ശതമാനം വിജയിക്കും, എനിക്ക് കുട്ടിയാവാൻ എത്ര ശതമാനം സാധ്യതയുണ്ട്? ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് ഇതിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത്, ഇത് വളരെ ഒരു മൈക്രോ സർജിക്കൽ പ്രൊസീജിയറാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു നിപ്പിൻ്റെ അത്രയും വ്യാസമാണ് നമുക്ക് ഈ ട്യൂബിനുള്ളത്. അത്രയും ചെറിയൊരു സംഭവം മൈക്രോസ്കോപ്പ് വഴി നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് അതിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ കെട്ടിയിരിക്കുകയാണെങ്കിൽ ഇവിടെയും കട്ട് ചെയ്ത് ഇവിടെയും ഫ്രഷനാക്കി ഈ 2 എഡ്ജ് തമ്മിൽ നമ്മൾ അടുപ്പിച്ച് വെച്ച് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന സർജനിലാണ് അത് മൊത്തം ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു സർജിക്കൽ ഹാൻഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വിജയ ശതമാനം ഓൾമോസ്റ്റ് 50, 60, 70% വരെയൊക്കെ വിജയ ശതമാനമാണ്. അപ്പോൾ അത് വേരി ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്രയും എക്സ്പേർട്ട് അല്ലാത്തൊരു സർജനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പം 10%, 20%, 30% ഒക്കെ ആകാം. അപ്പോൾ ആ എക്സ്പേർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്നതാണോ തുറന്നു ചെയ്യുന്നതാണോ നല്ലത്? ഇറ്റ് ഡിപ്പെൻസ്. അത് ലാപ്രോസ്കോപ്പിയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടും, കുറച്ചും കൂടെ വലിപ്പമായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ലാപ്രോസ്കോപ്പിയിൽ അത് ആ വ്യക്തിയുടെ അനുസരിച്ച്, ആ വ്യക്തി ലാപ്രോസ്കോപ്പിക്കലി ആണ് ഇത് സ്കില്ലുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്യുന്നതാണ് നല്ലത്. അതല്ല, ലാപ്രോസ്കോപ്പി സ്കില്ലല്ലാത്ത ഒരാൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പക്ഷേ അതേ ഈ മൈക്രോ സർജറിയിൽ കുറച്ച് സ്കിൽഡായിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ സക്സസ് റേറ്റ് ഞാൻ പറഞ്ഞു. ഒരു ഇന്ത്യൻ സ്റ്റഡി തന്നെ 2010 മുതൽ ഒരു ജേണൽ വന്നത് 2010 മുതൽ 15 വരെയുള്ള എത്രയോ ഗർഭിണികൾ നോക്കിയപ്പോൾ 100 ചില്ലാനം കേസുകൾ സ്റ്റഡി ചെയ്തപ്പം അവർ കണ്ടത് 52% ഇതിന്റെ വിജയ ശതമാനം എന്നാണ്. 52%. 100 പേർക്ക് ചെയ്യുകയാണെങ്കിൽ 52 പേർക്ക് ഉറപ്പായി. അപ്പൊ ആ സ്റ്റഡിയിൽ പറഞ്ഞത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ സർജിക്കൽ ഹാൻഡ്, 2 ഏത് വഴിയാണ് സർജറി ചെയ്തത്, അതൊരു ലാപ്രോസ്കോപ്പി വഴിയാണോ? ലാപ്രോസ്കോപ്പി ആണെങ്കിൽ ട്യൂബൽ ക്ലിപ്പിംഗ് ആണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് ഇവിടുന്ന് നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ള ട്യൂബൽ ലെങ്ത് അഡിക്വേറ്റ് ആയിരിക്കും.
അതാണ് വേറൊരു ഫാക്ടർ. നമ്മുടെ ഈ ട്യൂബൽ ലെങ്ത് ഒരു 6 സെൻറ്റിമീറ്റർ എങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇത് വിജയശതമാനം കൂടുമെന്നാണ്. പക്ഷെ അതേസമയം നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് നീക്കം ചെയ്യുന്ന വിചാരിക്കുക. ചില സമയം നമ്മൾ സിസേറിയൻ്റെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു സെഗ്മെൻറ്റോളം നീക്കം ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ആവാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പം ബാക്കി ലാപ്രോസ്കോപ്പി വഴിയാണ് ചെയ്തെങ്കിൽ വിജയശതമാനം കൂടുതലാണ്. ബാക്കിയുള്ള ട്യൂബൽ ലെങ്ത് ഒരു 6 സെൻറ്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ വിജയശതമാനം കൂടുതലാണ്. എവിടെ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്തിമിക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ട്യൂബിൻ്റെ ഒരു ഭാഗമാണ് ഇസ്തിമസ് എന്ന് പറഞ്ഞത്. അപ്പം അവിടെ ചെയ്യുകയാണെങ്കിൽ ആവാനുള്ള നമുക്ക് റീകനലൈസേഷൻ ചെയ്യാനുള്ള സാധ്യത കുറച്ചും കൂടെ കിട്ടും. അതേസമയം ഈ ഫിംബ്രിയ ഇതടക്കം ചിലപ്പം കട്ട് ചെയ്ത് കളയാറുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ റീകനലൈസേഷൻ ചെയ്യാനുള്ള സാധ്യത വീണ്ടും കുറയും. അപ്പം നമ്മൾ അതും പറഞ്ഞു. അപ്പം എത്ര സെൻറ്റിമീറ്റർ വേണമെന്ന് പറഞ്ഞു, എവിടെ ചെയ്യുന്നു എന്ന് പറഞ്ഞു, ആര് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഏത് വിധേന ചെയ്യുന്നു, ലാപ്രോസ്കോപ്പി ആണോ തുറന്നു ചെയ്യുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. പിന്നെ പ്രായം, സ്ത്രീയുടെ പ്രായം ഒരു 40, ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞ് അങ്ങനെ ഒരു വന്നു. അവരുടെ 2 കുട്ടികളും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ഷീസ് 41, 41 വയസ്സ്. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ശരിയാക്കി കഴിഞ്ഞാൽ കുട്ടിയാവാനുള്ള സാധ്യത കുറവല്ലേ. അപ്പോൾ അവർക്ക് IVF-ലോട്ട് പോകുന്നത് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീയുടെ പ്രായം ഒരു 30 വയസ്സിൽ താഴെയാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റൊക്കെ നോക്കും കേട്ടോ. നമ്മൾ വരുന്നുണ്ടോ, ഡയറി കൂടെ പാസ്സാവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം എക്ടോപിക് പ്രഗ്നൻസിയാണ്. അപ്പോൾ ഒരു സ്കാറിങ് ആ ട്യൂബിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഭ്രൂണം സഞ്ചരിക്കുമ്പോൾ ഇതിലെവിടെയെങ്കിലും വന്ന് അത് ബ്ലോക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ അവിടുന്ന് തന്നെ കുഞ്ഞ് വളരാനും ട്യൂബൽ പ്രഗ്നൻസിയായി മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതിന് എക്ടോപിക് പ്രഗ്നൻസിയുടെ സാധ്യത ഒരു 5 മുതൽ 10% എന്നൊക്കെയാണ് പറയുന്നത്. റീകനലൈസേഷൻ ചെയ്തൊരു പ്രഗ്നൻ്റ് ആവുമ്പോൾ വളരെ കെയർഫുൾ ആവണം. ട്യൂബൽ അല്ല എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി പറഞ്ഞു, എല്ലാം പറഞ്ഞു, നമ്മൾ ഏകദേശം കവർ ചെയ്തു. ഇനിയും കുറേ സംശയങ്ങളൊന്നും കാണും. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.